എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇനി ഞാൻ എവിടെയും പോയില്ലമ്മേ, ഇവിടെ തന്നെ കാണും. ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. അതും പറഞ്ഞ് ലച്ചു റൂമിലേക്ക് പോയതും സന്ദീപ് റൂമിലേക്ക് പോയി. ലച്ചു റൂമിലെത്തിയതും പ്രതീക്ഷിച്ച പോലെ ആനന്ദിന്റെ കോൾ അവളെ തേടിയെത്തി. അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? അമ്മയൊന്നും അറിയാത്ത വിധത്തിൽ ഏട്ടനെല്ലാം കൈകാര്യം ചെയ്തു. അതാണ് എൻ്റെ അളിയൻ. അതാ എൻ്റെ ഏട്ടൻ. ലച്ചു പറഞ്ഞതും ആനന്ദ കേട്ട് ചിരിച്ചു. ഞാനുള്ളതുകൊണ്ടാ നിനക്ക് നിന്റെ ഏട്ടനെ കിട്ടിയെന്ന് മറക്കണ്ട. പ്രശംസ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ശരിക്കും ഒരു SP തന്നെയാ കേട്ടോ. ഇടയ്ക്കിടെ നീ എന്നെ പുകഴ്ത്തുന്നുണ്ടല്ലോ, ഞാനതാ പറഞ്ഞ്. വീണെടുത്ത് കിടന്ന് ഉരുളാൻ നന്നായിട്ട് അറിയാലോ. നീ എൻ്റെ ഭാര്യയാകാൻ പോകുന്നവളല്ലേ, നിന്റെ മുന്നിൽ ഞാൻ എന്ത് ഉരുളാൻ. നിന്റെ ഏട്ടന് നിനക്ക് കിട്ടിയത് നിന്റെ ഭാഗ്യം കൊണ്ട് തന്നെയാണ്. അവൻ പറഞ്ഞു. ലച്ചു എന്നെ പുഞ്ചിരിച്ചു. ഏട്ടനും അതിനൊരു കാരണം. ദേ വീണ്ടും നല്ല കാര്യങ്ങൾ എപ്പോഴും ഓർക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും അവനൊന്ന് ചിരിച്ചു. അവരോരോന്നും പറഞ്ഞിരുന്നു. താനിന്ന് ബിസിയാണോ? അല്ല, എന്താ സന്ദീപ്? നമുക്കിന്ന് ഒരിടം വരെ പോകാൻ പറ്റുമോ? തനിക്ക് എൻ്റെ ഇവിടെ നിന്ന് വരാമോ? ആ, സന്ദീപ് എപ്പോഴും സമയം പറഞ്ഞാൽ മതി, ഞാൻ എത്തിയേക്കാം. വേണ്ട, ഞാൻ വന്ന് കൂട്ടിക്കോളാം. എന്നാ പിന്നെ ഞാൻ റെഡിയായി നിൽക്കാം. അതും പറഞ്ഞ് പ്രിയ ഫോൺ വെച്ച് അതിലേക്കൊന്ന് നോക്കി. രാത്രി തന്നെ ലച്ചു സന്ദീപിന്റെ നമ്പർ അവൾ കൊടുത്തിരുന്നു. രാവിലെ പ്രതീക്ഷിക്കാതെയുള്ള സന്ദീപിന്റെ കോൾ കണ്ടതും പ്രിയ സന്തോഷത്തോടെ കോൾ എടുത്തു. അവൻ പറഞ്ഞു കേട്ടത് അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പക്ഷെ എന്തുകൊണ്ടാണെന്ന് മാത്രം അവൾക്ക് അറിയില്ലായിരുന്നു. പ്രിയ ഫോണിലേക്ക് തന്നെ നോക്കി നിന്ന് ചിരിക്കുന്ന കണ്ടതും കാവ്യ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ തട്ടി. പെട്ടെന്ന് ഞെട്ടി പ്രിയ അവളെ നോക്കി. എന്താ ഒറ്റയ്ക്ക് ആലോചിക്കുന്നത്? സന്ദീപ് വിളിച്ചു. കൂടെ ഒന്ന് ചെല്ലാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞു. വിവാഹത്തിന് ഞങ്ങൾ പരസ്പരം സഹായിക്കാമെന്ന് പറഞ്ഞല്ലേ. ഞാൻ പോയി റെഡി ആവട്ടെ, അവനിപ്പോൾ വരും. പ്രിയ ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞു പോയതും കാവ്യത കണ്ട് സംശയത്തോടെ നിന്നു. ഈ സന്തോഷം പോകുന്നതിന് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയ. ആളെ നോക്കി അത്രയും പറഞ്ഞ് കാവ്യ പോയി. പ്രിയ റെഡിയായി ഹാളിലെത്തിയതും സന്ദീപ് അവിടെ അച്ഛനോട് എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. സുമതി അടുത്ത് തന്നെ നിൽപ്പുണ്ട്. എന്നാലും ഞങ്ങൾ പോയിട്ട് വരാമെങ്കിൽ. പ്രിയയെ കണ്ടതും സന്ദീപ് അത് പറഞ്ഞ് എഴുന്നേറ്റു. രണ്ടുപേരും അവരോട് പറഞ്ഞിറങ്ങി. എവിടേക്കാണ് പോകുന്നത്? ഇൻവിറ്റേഷൻ റെഡിയാക്കാൻ ഒന്നുകൂടി കൊടുക്കണം. പിന്നെ ഓഡിറ്റോറിയം വരെ പോകണം. അവിടെ എന്തൊക്കെ ഡെക്കറേഷൻസ് വേണ്ടി വരുന്ന കൂടി നോക്കണം. പിന്നെ അതിനുള്ള ടീംസിനെ കൂടി റെഡിയാക്കണം. അതുകൂടി നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? പ്രിയ ചോദിച്ചാൽ അവൻ നെറ്റി വിളിച്ചവളെ നോക്കി. അത് റിസ്ക്കാണ്, എല്ലാം കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പറ്റില്ല എന്നുള്ളത് നിന്റെ തോന്നില്ല. വിവാഹത്തിന് വേണ്ട അത്യാവശ്യമല്ല ഇപ്പോൾ ഓക്കെ ആണല്ലോ. വിവാഹത്തിന് ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പം പിന്നെ ആ ടൈം കൊണ്ട് നമുക്ക് റെഡിയാക്കാമല്ലോ. ഹെൽപ്പിന് വേണമെങ്കിൽ നന്ദു ആദ്യം പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അവരെയും കൂട്ടാലോ. പ്രിയ പറഞ്ഞു. സന്ദീപ് ആലോചനയോടെ നിന്നു. ഞാൻ എൻ്റെ ഐഡിയ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം. അഥവാ ഐഡിയ പാളിയാലോ? പെട്ടെന്ന് അവനെ ചോദ്യം കേട്ടതും പ്രിയ അവനെ നോക്കി. എൻ്റെ ഐഡിയ ഒന്നും ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടില്ല. ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടുള്ള അങ്ങനെയല്ല. തുടക്കമുള്ള വാശിയല്ല ഒടുവിൽ നിനക്ക് പണിയായിട്ടുള്ളൂ എന്നാ. അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഗുണം മറ്റുള്ളവർ കിട്ടിയിട്ടുണ്ട്. പ്രിയ അത് പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. നിന്നെ സഹിക്കാൻ വലിയ പാടാണല്ലേ? അതിനെന്നെ സഹിക്കണം സന്ധ്യയോട് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ സഹിക്കാൻ എൻ്റെ വീട്ടുകാരുണ്ട്. വെറുതെ എന്നെ ചൊറിയാനാണോ താൻ എന്നെയും കൂട്ടിക്കൊണ്ട് വന്ന്? കല്യാണം നിന്റെ കൂടപ്പിറപ്പിൻ്റെ കൂടിയല്ലേ? പിന്നെ എല്ലാവർക്കും വിളിച്ച് വലിയ കാര്യത്തിൽ സഹായിക്കുന്ന ഏറ്റതാണല്ലോ. വെറുതെ ഇരുന്ന് ക്രെഡിറ്റ് വാങ്ങണ്ടെന്ന് എഴുതി കൂടെ കൂട്ടി. നിങ്ങൾ കൂട്ടിയില്ലെങ്കിലും എനിക്ക് കഴിയുന്ന ഞാൻ ഒറ്റയ്ക്ക് ചെയ്യായിരുന്നു. കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. കൂടുതലൊന്നും പറ്റില്ലെന്ന് എനിക്കറിയാം. നിന്നെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ മാത്രമേ അറിയൂ. സന്ദീപ് പറഞ്ഞ പ്രിയ ഒന്നും വിടാ പല്ലും കടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. നിന്റെ അമ്മയ്ക്ക് നിന്നെയും കാവ്യ ഒന്നിച്ച് വിവാഹം ചെയ്തയക്കുന്ന കാണാനായിരുന്നില്ല ആഗ്രഹം. എന്നിട്ട് നീ സമ്മതിക്കാത്ത? ആണുങ്ങളുടെ സ്വഭാവം എല്ലാം ഇങ്ങനെയല്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അപ്പൊ നിന്റെ അച്ഛനും ഇങ്ങനെയാണോ? അതിന് പ്രിയ ദേഷ്യത്തിൽ നോക്കി. ഞാൻ എൻ്റെ വായിന്ന് കേൾക്കും സ്വയം പറഞ്ഞുകൊണ്ട് അവൾ ഇരുന്നു. എൻ്റെ അച്ഛൻ പാവ, നിങ്ങളെപ്പോലെയൊന്നുമല്ല. അപ്പൊ പിന്നെ എല്ലാ ആണുങ്ങളെന്ന് പറഞ്ഞോ? ഇയാൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഇതൊക്കെ അറിയാനാണോ എന്നെയും കൊണ്ട് ഇറങ്ങിയത്? പോയ കാര്യം കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോകണം. അതിന് നിന്നോട് വീട്ടിൽ പോകണോ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതെന്ത് പാട്? അത് പറഞ്ഞ അവൻ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചിരുന്നു. അല്ല, എന്തുകൊണ്ടാണ് താനൊരു വിവാഹത്തിന് സമ്മതിക്കാത്ത? ഇയാൾക്ക് നാട്ടുകാരുടെ കാര്യം അറിഞ്ഞിട്ട് സമാധാനം കിട്ടുന്നില്ലേ? അതിന് നീ നാട്ടുകാരിയല്ലല്ലോ, നമ്മളൊക്കെ റിലേറ്റീവ്സ് ആകാൻ പോവല്ലേ. ഞാനല്ല, നന്ദുവും ഫാമിലി എന്ന് പറയും. അതെന്താ, നീ അവരുടെ ഫാമിലി അല്ലേ? അല്ലെ പിന്നെ നിന്നെ ദത്തെടുത്താണോ? ഇത് വലിയ കഷ്ടമായല്ലോ. തന്നും മിണ്ടാണ്ടിരിക്കോ? എന്നോട് ചോദിച്ചാൽ അതേ കാര്യം ഞാൻ തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് മറുപടിയാവും പറയാനുണ്ടാവുക? എൻ്റെ സാഹചര്യം പോലെയാണോ നീ? എൻ്റെ പെങ്ങളുടെ ഭർത്താവാൻ പോകുന്നയാളെ വീണ്ടും നീ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ആവശ്യം പറയരുത്. പിന്നെ നീ എന്താ ഉദ്ദേശിച്ച്? കുന്തം കാണാത്തതിൻ്റെ വിഷമത്തിൽ ആരെങ്കിലും വിവാഹം വേണ്ട നോക്കുമോ? അത് കേട്ടതിൽ അവൾ പല്ലടിച്ചു പിടിച്ച് ദേഷ്യം അടക്കി പിടിച്ച് നിന്നു. തൽക്കാലം അങ്ങനെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരാൾ എന്തെങ്കിലും എൻ്റെ ലൈഫിൽ വന്നാൽ അന്നൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരാൾ വന്നിട്ടില്ലേ? ഉണ്ട്, വന്നിട്ടുണ്ട്. പക്ഷെ അതങ്ങോട്ട് ഉറപ്പിക്കണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. കുറച്ചുകൂടി പഠിക്കാനുണ്ട്. അത് കേട്ടത് അവൻ തലവലിക്കി. അല്ല, നിങ്ങളെന്തെങ്ങനെ കെട്ടാണ്ടിരിക്കുന്നത്? പ്രായം കുറയാന്ന് കണ്ടറിയാനോ? ഇപ്പോഴും പഴയ ഓർമ്മയും കൊണ്ട് നടക്കുകയാണല്ലേ. പ്രിയ പറഞ്ഞതും അവൻ്റെ മുഖം പെട്ടെന്ന് മാറി. അവൻ മിണ്ടായിരിക്കുന്ന കണ്ടതും പറഞ്ഞ് തെറ്റായെന്ന് അവരവൾ ഇരുന്നു. എൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും എന്നും എൻ്റേത് മാത്രമാണ്. അതിൽ മറ്റൊരാൾക്ക് വിഷമം തോന്നില്ല. കാരണം നഷ്ടമായത് എനിക്ക് മാത്രമായിരുന്നു. നിങ്ങളെപ്പോലെ അല്ലെങ്കിലും കുറച്ച് വേദന ഞാനും സഹിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മാറിയില്ലേ?
പിന്നെന്താ നിങ്ങൾക്ക് മാറി ചിന്തിച്ചാ? നിനക്ക് നഷ്ടമായത് നിന്റെ വാശിയായിരുന്നു. അതുകൊണ്ട് മറ്റൊന്നും എനിക്ക് നഷ്ടമായിട്ടില്ല. എല്ലാം കൂടെയുണ്ട്. പക്ഷേ എനിക്ക് നഷ്ടമായത് എൻ്റെ പ്രാണനായിരുന്നു. അതുകൊണ്ട് എനിക്ക് നഷ്ടമായത് എനിക്ക് കിട്ടിയ വിലപ്പെട്ട ഒന്നായിരുന്നു. ആയിരിക്കാം. പക്ഷെ ഓർമ്മകൾ കൂട്ടിവെച്ച് അതിൽ ജീവിച്ചിട്ട് തനിക്ക് സന്തോഷം കിട്ടുമോ? അതിനു പകരം മറ്റുള്ളവരെ സന്തോഷം കാണാൻ ശ്രമിച്ചുകൂടെ? കാലങ്ങൾക്ക് ശേഷം തിരികെ കിട്ടിയ അനിയത്തിയുടെ ആഗ്രഹം, ഇപ്പൊ തന്നെ സ്നേഹിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം, അതൊക്കെയാവും തനിക്ക് നഷ്ടമായ പ്രണയം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതൊക്കെ തനിക്ക് സാധിച്ചു കൊടുത്തൂടെ? മതി, ഈ സംസാരം ഇനി മുന്നോട്ട് വേണ്ട. എൻ്റെ ഉള്ളിൽ ഓർമ്മകൾ മരിക്കാത്തിടത്തോളം കാലം മറ്റൊന്നും ചിന്തിക്കാൻ എനിക്കാവില്ല. ആ ഓർമ്മകൾ എനിക്കൊപ്പം അവസാനിക്കും. അതാണ് ശരി. സന്ദീപ് പറഞ്ഞു. പ്രിയ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. പോയ കാര്യത്തിൽ ഏകദേശം ഓക്കെ ആക്കി പ്രിയയും വീട്ടിലാക്കി സന്ദീപ് തിരിച്ചുപോയി. വീട്ടിലെത്തി ഒറ്റയ്ക്ക് എന്തൊക്കെയോ ആലോചിച്ചിരിക്കായിരുന്നു അവൻ. അത് കണ്ട് ലച്ചു അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഈ ഒറ്റയ്ക്ക് ഇരുന്നുള്ള ചിന്തയും ആലോചനയും മാറണമെങ്കിൽ ഏട്ടനെ ആരെങ്കിലും ഏൽപ്പിക്കണം, എന്നാലേ ശരിയാവൂ. ലച്ചു പറഞ്ഞു. അവൻ മനസ്സിലാവാത്ത പോലെ അവൻ അവളെ നോക്കി. എനിക്കൊരാഗ്രഹം കൂടി ബാക്കിയുണ്ട് ഏട്ടാ. അത് ചിലപ്പോൾ മരിച്ചവരുടെ ആഗ്രഹം കൂടിയാവും. എൻ്റെ ഉള്ളിൽ അവർ തോന്നിപ്പിച്ചാവും. നീ എന്താ പറഞ്ഞിരുന്നു? അത് പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് എൻ്റെ വിവാഹം കഴിയും. ഒരുപാട് കാലം കഴിയുമ്പോൾ ഏട്ടൻ വീണ്ടും ഒറ്റയ്ക്കാവും. ഏട്ടന് വേണ്ട ഒരു കൂട്ട്. എവിടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ജീവിച്ച ഒറ്റയ്ക്കായിരുന്നു. നീ മറന്നുപോയ മോളെ? അത് മുമ്പ് ഞാൻ പോലും ഏട്ടനെ തിരിച്ചറിയും മുമ്പ് അന്ന് ഏട്ടനെ കുറിച്ച് ആവലായി തോന്നാൻ മാത്രമൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ. എൻ്റെ ഏട്ടൻ്റെ കൺമുമ്പിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് എനിക്കാവില്ല. എല്ലാവരുടെയും ആഗ്രഹത എനിക്ക് വേണ്ടിയെങ്കിലും ഏട്ടൻ്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? എത്ര നാളെ ഇങ്ങനെ ഓരോ ഓർമ്മയും പേറി ജീവിക്കുന്നു. ഇതൊന്നും കണ്ടിരിക്കാൻ എനിക്കാവുന്നില്ല. ആരോടെങ്കിലും എല്ലാം പങ്കുവെക്കാനും ഏട്ടനെ ആശ്വസിപ്പിക്കാനും എല്ലാത്തിനും ഒരാൾ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏട്ടനെ കാണുമ്പോഴെല്ലാം എൻ്റെ ഉള്ളം നേറുന്നുണ്ട്. ലച്ചു പറഞ്ഞതും അവളുടെ കണ്ണ് നിറയ്ക്കുന്നത് കണ്ട് അവനെ അത് നോവിച്ചു. ഇപ്പൊ നിന്നോട് എന്ത് പറഞ്ഞ കാര്യമില്ലെന്ന് എനിക്കറിയാം. മോള് പറയുന്നതിൽ എന്ത് തെറ്റാ മോനെ ഉള്ളു? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നെ ഞാൻ സംസാരിക്കുന്നത്. മോനും ഞാൻ അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പെറ്റ വയറല്ലെങ്കിലും നിന്റെ ഈ അവസ്ഥ പലപ്പോഴും എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ജീവിതം നിന്റെ മുമ്പിൽ ഒരുപാട് ബാക്കിയുണ്ട്. ഇപ്പം നിന്റെ ഈ തീരുമാനം നിനക്ക് ആശ്വാസം നൽകും. പക്ഷേ നാളെ ഒരിക്കലും മോനതോർത്ത് വേദനിക്കും. കാരണം ജീവിതം അങ്ങനെയാണ്. ഇപ്പോഴല്ലെങ്കിൽ നാളെ ഒരിക്കൽ നിനക്കൊരു കൂട്ട് വേണം തോന്നും. പക്ഷേ അന്നത് നടന്നുവെന്ന് വരില്ല. കൂടെ ഞങ്ങളിങ്ങനെ ഉണ്ടായി എന്നും വരില്ല. എനിക്കറിയില്ല എൻ്റെ അവസ്ഥ എങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന്. ഞങ്ങളുടെ അവസ്ഥ ഏട്ടനെ പറഞ്ഞെങ്ങനെ മനസ്സിലാക്കണമെന്ന് ഞങ്ങൾക്കും അറിയില്ല. നാളെ ഒരിക്കലും ഒരു വേദന ഉണ്ടാവാതിരിക്കാനാ അമ്മ ഈ പറയുന്നത്. നിന്റെ അമ്മയും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം ഒരമ്മയുടെ മനസ്സ് മറ്റൊരു അമ്മയ്ക്ക് മനസ്സിലാവും. രാധിക പറഞ്ഞു. സന്ദീപ് അതൊക്കെ കേട്ട് വേദനയോടെ നിന്നു. അവൻ്റെ മറുപടിയൊന്നും കിട്ടാത്ത കണ്ട് ലച്ചു രാധികയും തിരിച്ചുപോയി. അപ്പോഴേക്ക് അവൻ ഓരോന്നോർത്ത് അവിടെ തന്നെ ഇരുന്നു. വിവാഹം അടുത്തെത്തിയതും ആനന്ദും ആദ്യം ലീവ് എടുത്തു. എല്ലാം ഗംഭീരമായിട്ട് നടത്താൻ തന്നെയാണ് എല്ലാവരുടെയും പ്ലാന്. ആര്യ പുതിയ ഐഡിയകൾ ഇറക്കുന്നുമുണ്ട്. ഏട്ടന്മാരുടെ കല്യാണം അടിച്ചു പൊളിക്കാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ് അവൾ. വിവാഹത്തിന് മുന്നേ തന്നെ പ്രോഗ്രാംസ് ഗ്രാൻഡായിട്ട് തന്നെ തുടങ്ങണേട്ടാ. എല്ലാവരുടെയും കണ്ണു തള്ളണം. എൻ്റെ കയ്യിൽ കുറേ പ്ലാൻ ഉണ്ട്, അതൊക്കെ നടത്തണം. അത്രയൊക്കെ വേണോ മോളെ? വേണം. ഏട്ടന്മാരും രണ്ടാം കെട്ടും നടത്താൻ പോകുന്നില്ലല്ലോ അച്ഛാ. അതുകൊണ്ട് എല്ലാം വേണം. അച്ഛനും ഏട്ടന്മാരും കാശിറക്കിയാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇറക്കി ലാസ്റ്റ് പെരുവഴിയിലാക്കരുത് ഞങ്ങളെ, ആനന്ദ് പറഞ്ഞു. ആക്കിയാലും നിങ്ങളെ കെട്ടിയോളമാരെ കൂടെ അയക്കാം. അപ്പൊ പിന്നെ പെരുവഴിയായാലും അവിടെ നിങ്ങൾ സ്വർഗം പണിയെന്ന് എനിക്കറിയാം. ആര്യ പറഞ്ഞു. രണ്ടും പരസ്പരം നോക്കി ചിരിച്ചു. കണ്ടില്ലേ നാണം? ഇതൊക്കെ ഞാൻ മാറ്റിത്തരാം. ഒരു പെങ്ങളുള്ളപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും ബുദ്ധിമുട്ടില്ല. ആര്യ പറഞ്ഞു. രണ്ടത് കേട്ട് ചിരിച്ചു. എല്ലാം ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെയല്ല ഈസി ആയിട്ട് നടക്കുന്ന ആരും കരുതണ്ട. ചിരിച്ചുകൊണ്ടെന്ന് സ്വപ്നം കാണുന്ന രണ്ടിനെ നോക്കി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ആര്യ പറഞ്ഞു. നീ ഞങ്ങളുടെ മുത്താടി. ആദ്യം അതും പറഞ്ഞ അവിടെ കവളിൽ ഉമ്മൊടുത്തു. ആ ഇതൊക്കെ കെട്ടുകഴിഞ്ഞ് കണ്ടാൽ മതി. എൻ്റെ പ്ലാനൊക്കെ കാണുമ്പോൾ നിങ്ങൾ തന്നെ കണ്ണുകളൂ. ഏതാണ്ട് രണ്ടിനും പണി വരുന്ന ലക്ഷണമാണല്ലോ ദൈവമേ. എന്തായാലും കിട്ടട്ടെ, അങ്ങനെ തന്നെ വേണം. അച്ഛൻ ആര്യയുടെ മട്ടും ഭാവം ഏകദേശം മനസ്സിലായ പോലെ സ്വയം പറഞ്ഞു. നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട് മോളെ. അച്ഛന് അഭിമാനം എന്തിനാന്ന് എനിക്കറിയാം. രണ്ടുപേർക്ക് പണിയിട്ടാൻ പോകുന്നതിൻ്റെ അല്ലേ. സ്വന്തം മക്കൾക്ക് പണിയിട്ടുമ്പോൾ സന്തോഷിക്കുന്ന അച്ഛൻ ലോകത്തിൽ ഇത് മാത്രമാവും. വയസ്സാം കാലത്ത് എനിക്കില്ലേ മോളെ ആഗ്രഹമൊക്കെ. അച്ഛൻ്റെ ആഗ്രഹമെല്ലാം നീ നടത്തി തരുമെന്ന് എനിക്കറിയാം. നിനക്കറിയോടി, വിളിച്ചിറക്കി കൊണ്ടുപോയി കെട്ടിയതുകൊണ്ട് നിന്റെ അമ്മ എന്നെ അടുപ്പിച്ചു പോലും 2 ആഴ്ച കഴിഞ്ഞാ. അപ്പം അച്ഛന് സഹിക്കാനൊക്കെ ഇതൊക്കെ. നല്ല ബെസ്റ്റ് തന്ത. എൻ്റെ കെട്ടിനെന്ന് പറഞ്ഞ് വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. നീ എൻ്റെ പൊന്നല്ലേടി, അച്ഛൻ അങ്ങനെ ചെയ്യുമോ? എന്നാ കൊള്ളാം. നീ കൊടുക്കുന്ന വെച്ച് നിനക്കുള്ള അമ്മാര് തന്നോളും. അച്ഛൻ അതാലോചിച്ച് നിൽക്കുകയാണ്. അച്ഛനായതുകൊണ്ട് പറയല്ല, എനിക്ക് അച്ഛനെ തീരെ വിശ്വാസമല്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ കെട്ടിനെ കൊണ്ട് നാട് വിടും, ഉറപ്പാ. അച്ഛൻ അമ്മയും കൊണ്ട് വീട്ടിൽ നിന്ന് ചാടിയെങ്കിലേ ആ അഭിമാനം രക്ഷിക്കാൻ ഞാൻ മതിലെങ്കിലും ചാടണ്ടേ. അതും പറഞ്ഞില്ല അവൾ പോയതും അച്ഛൻ അത് കേട്ട് വായും പൊളിച്ച് നിന്നു. അതെ, താലി പണിക്കാൻ കൊടുക്കും പേരെഴുതാൻ മറക്കണ്ടേട്ടാ. അതെന്താ, മറക്കുമ്പോൾ ഓർമ്മിക്കാനാണോ? മറന്നിട്ട് വേണ്ട ഓർമ്മിക്കാൻ. അന്നൊരിക്കലും എൻ്റെ കഴുത്തിൽ ഏട്ടനാണ് ഞാൻ താലി ഓർമ്മയുണ്ടോ? ഉണ്ട്, ഞാൻ ആദ്യമായിട്ട് നിന്റെ കഴുത്തിൽ ചാർത്തിയത്. പക്ഷെ അത് നീ തന്നെ എനിക്ക് തിരിച്ചെന്നില്ലേ?
അതെ, അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും നമ്മളാരും കരുതിയില്ലല്ലോ. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു എന്നെ രക്ഷിക്കാൻ ഏട്ടൻ വരുമെന്ന്. പക്ഷെ അന്ന് എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു കാര്യം പറയുന്നത് കരുതിയില്ല. എൻ്റെ ആഗ്രഹമായിരുന്നു ഏട്ടൻ്റെ പേരെഴുതിയ താലിയായിരിക്കും എൻ്റെ കഴുത്തിൽ വീഴുന്നതെന്ന്. പക്ഷേ എൻ്റെ ആഗ്രഹമെല്ലാം വെറുതെ ആയിപ്പോയി. വെറുതെ ഒന്നും ആയിട്ടില്ല. എപ്പോഴായാലും കെട്ടുന്ന ഞാനും വീഴുന്നത് നിന്റെ കഴുത്തിലുമായിരിക്കും. അന്ന് അച്ഛൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാനത് ചെയ്താ. കാരണം അവൻ്റെ മുമ്പിൽ നിന്റെ അച്ഛൻ തോറ്റിട്ടില്ലെന്ന് അവനെ കാണിക്കാൻ എനിക്കും. പക്ഷെ ഇപ്പോൾ നിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കും. പിന്നെ അന്നത്തെ താലി അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തിനാ? ഒന്നുമല്ലെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ട് കിട്ടിയ താലിയല്ലേ. നീ അത് അഴിച്ചു കളഞ്ഞാലും എനിക്കത് മറക്കാനാവില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു. അതിനവളൊന്ന് പുഞ്ചിരിച്ചു. എന്നാ പിന്നെ നിന്റെ ആഗ്രഹം പോലെ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് വരാടോ. ആനന്ദാവും പറഞ്ഞ് ഫോൺ വെച്ചു. ലച്ചു അവൻ പറഞ്ഞേക്കോർത്ത് ഏതോ ഓർമ്മയിലെന്ന പോലെ ഇരുന്നു. എന്തിനു പോകുമ്പോഴും മുന്നിൽ ഞാൻ തന്നെ ഉണ്ടാവും. അതും പറഞ്ഞ് ആര്യ കാറിന് മുമ്പിൽ വന്ന് കയറിയതും അച്ഛനും ആനന്ദും ആദ്യം പരസ്പരം നോക്കി. നീ ഇത് എങ്ങോട്ടെന്ന് പറഞ്ഞാൽ മുന്നിൽ കയറിയിരിക്കുന്നത്? ഇറങ്ങി പുറത്ത്. ഞാൻ ഇറങ്ങൂല. താലി പിടിക്കാൻ പോലും മൂന്നും കൂടി. ഇവിടെ എല്ലാം നോക്കിയടുത്ത് ഞാൻ അറിയാണ്ട് ഇവിടെ ഒന്നും നടക്കില്ല. ഏട്ടൻ വേണേ ബാക്ക് കയറിക്കോ. പോയിട്ട് വരുന്നവരെ ഞാനിവിടെ നനങ്ങില്ല. എടി മോളെ, ഇതൊന്നും നിന്റെ ലിസ്റ്റിൽപ്പെട്ട കാര്യമല്ല. എന്തു പറഞ്ഞാലും ഞാൻ ഇറങ്ങില്ല. എനിക്ക് ചില പ്ലാൻസ് ഉണ്ട്. എന്ത് പ്ലാന്? എവിടെ നിന്റെ ഒരു പ്ലാനും വേണ്ട. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ആദ്യം പറഞ്ഞു. ആനന്ദ അവിടെ ഏൽപ്പിക്കാൻ തോന്നിയ സമയത്തോർത്ത് നിൽക്കുകയാണ്. അമ്മേ, ഇവളൊന്നും പിടിച്ചോണ്ട് പോയി, വെറുതെ സമയം കളയാനായിട്ട്. ആനന്ദത്തേക്ക് വിളിച്ചു പറഞ്ഞു. അവളൊരു കുലക്കുലാണ്ട് ഇരിക്കുകയാണ്. അമ്മേ, എന്താടാ? അതും പറഞ്ഞ അമ്മ പുറത്തേക്ക് വന്നു. ഇവളോട് ഇറങ്ങാൻ പറയും. എന്നാ കയറിയിരിക്കുന്നത് ചോദിക്ക്. നിന്റെ നാവെവിടെ പോയി? അതിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്. എന്താ മനുഷ്യ ഇത്? കെട്ടാനായ മൂന്നെണ്ണം ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുകയാണോ? അമ്മ ചോദിച്ചു. അച്ഛൻ മതിയായില്ലേ എന്ന ഭാഗത്തിൽ മക്കളെ നോക്കി. ഞാൻ പറഞ്ഞതാ പല്ലവി, എന്ത് ചെയ്യാൻ? നിന്നെ പോലെ പല്ലവി പാടിയായിരുന്നു ഇതുങ്ങൾ കേൾക്കൂലെന്നേ. എന്താടാ ഇവള് കൂടി വന്ന? വണ്ടിയിൽ സ്ഥലം ഉണ്ടല്ലോ. അതല്ല അമ്മേ, ഇതിനൊക്കെ ഇവള് കൂടി വരുന്ന എന്തിനാന്നാ? അതെന്താടാ അവള് വന്ന? നിനക്കൊക്കെ ആകെയുള്ളൊരു സഹോദരിയല്ലേ? അതോ ഇനി അച്ഛനും മക്കളുടെ കൂടുന്ന കാവ്യയും ലച്ചുവിനെയും കാണാൻ പോവാണോ? അങ്ങനെ ചോദിക്കാമേ. ഇവര് മൂന്നും കൂടി ഒരുമിച്ചുള്ള പരിപാടിയാ. അതുകൊണ്ടാ ഞാൻ മുന്നിൽ കയറിയെന്ന്. എല്ലാം അറിയണല്ലോ. പിന്നെ എനിക്കും ചില പ്ലാൻസ് ഒക്കെ ഉണ്ട്. അതിന് ഇവര് മാത്രം പോയാൽ എങ്ങനെയാ? നീ ഇറങ്ങണ്ട, അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരുന്നു. അതും പറഞ്ഞ് ആദ്യ കലിപ്പിൽ ബാക്കിൽ കയറിയിരുന്നു. എന്നാ പിന്നെ നീയും കയറിക്കോടാ, വണ്ടി എടുക്ക്. എനിക്ക് വയ്യ, അച്ഛൻ തന്നെ എടുത്തോ, ഞാനിവിടെ ഇരുന്നോളാം. അതും പറഞ്ഞ് അവനും ബാക്കിൽ കയറി. ഇതിപ്പോ ആർക്കും വയ്യെങ്കിൽ ഞാൻ ഓടിക്കാന്നേ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നേ. ആര്യ പറഞ്ഞു. രണ്ടെണ്ണം പരസ്പരം നോക്കി. ഒരാഴ്ച കഴിഞ്ഞ കല്യാണ എല്ലൊടിഞ്ഞ് കിടന്ന കല്യാണം മുടങ്ങും. അച്ഛാ, ഒന്ന് വണ്ടി എടുക്ക്. ആദ്യ പറഞ്ഞു. അച്ഛനെ എല്ലടിക്കാൻ വയ്യാത്തോണ്ട് അച്ഛൻ തന്നെ വണ്ടി എടുത്തു. മാമി, ദേ ആ മോഡലൊന്ന് കാണിച്ചേ. ചെന്നപ്പോൾ തന്നെ ആര്യ ഓരോന്ന് പറയുന്ന കേട്ട് രണ്ടും കലിപ്പിട്ട് നിൽക്കുകയാണ്. ഏട്ടന്മാരും നോക്കുന്നില്ലേ? നീ നോക്കുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കോളാം. അയ്യോ, ഇതൊക്കെ എനിക്ക് വേണ്ടിയാ? നിനക്കോ? അതേന്ന് എന്റെ കെട്ടിന് ഇപ്പോഴേ നോക്കി വെച്ചാ അപ്പൊ അച്ഛനും ഏട്ടന്മാർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അതിന് പെണ്ണുങ്ങൾ ആരെങ്കിലും താലി വാങ്ങി വെക്കോ? അത് നിന്നെ കെട്ടാൻ പോകുന്ന വാങ്ങിക്കോളൂ. അത് ശരിയാണല്ലോ. ആര്യ അതും പറഞ്ഞ നഖവും കടിച്ചിരുന്നു. അത് കണ്ട് ആനന്ദവാദിയും ചിരിച്ചുകൊണ്ട് അവളെയും തള്ളി മാറ്റി മുന്നിൽ കയറിയിരുന്നു. ചേട്ടാ, ഇതേ മോളിൽ പണിക്കണം. ആനന്ദ് ഫോണിൽ ഫോട്ടോ കാണിച്ചും അയാൾ അതുകൊണ്ട് തലയാട്ടി. അവർ പരസ്പരം പറഞ്ഞ് സംസാരിക്കുന്നുണ്ടതും ആര്യ ഇടയ്ക്കിടെ അവളെ പ്ലാൻ ഇടാൻ നോക്കിയെങ്കിലും രണ്ടും കൂടി അവളെ പിടിച്ച് വണ്ടിയിലിരുത്തി എല്ലാം പറഞ്ഞുറപ്പിച്ചു വന്നു. ഇതെന്റെ കയ്യിൽ നിന്ന് പോയി എന്നിരുത്തി ഇനിയുള്ളതെല്ലാം ഞാൻ പിടിച്ചോളാം. എനിക്കറിയാം എന്ത് വേണമെന്ന്. വീടെത്തിയതും അതും പറഞ്ഞ ആര്യ അകത്തേക്ക് പോയി. ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞു പോയി. വിവാഹക്ഷണമൊക്കെ രണ്ട് വീട്ടിലും കഴിഞ്ഞു. ഏതാണ്ട് എല്ലാം സന്ധ്യയും പ്രിയും പിന്നെ മുതിർന്നവരൊക്കെ ചേർന്ന് റെഡിയാക്കി. ഇനി മണ്ഡപവും ഹാളും ഒരുക്കാൻ അങ്ങനെ കുറച്ച് പരിപാടി ബാക്കിയുണ്ട്. പ്രിയയുടെ പ്ലാൻ തന്നെ നടത്താമെന്ന് സന്ദീപ് സമ്മതിച്ചു. പിന്നെ റൂം ഒരുക്കൽ അല്ലറ ചില്ലറ പരിപാടികളും അവർ സ്വയം ഏറ്റെടുത്തു. അതിൽ നിന്നൊക്കെ ആനന്ദിനെ ആദ്യം അടുപ്പിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഫുഡും മറ്റു കാര്യങ്ങളും കൃത്യമായി എല്ലായിടത്തും ആളെയും ഏർപ്പാടാക്കി. പിന്നെ അവിടേക്ക് ആര്യയുടെ പ്രസൻസും ഉണ്ട്. കല്യാണം അടുത്തുകൊണ്ട് വീട്ടിൽ അത്യാവശ്യം ബന്ധുക്കളുള്ളതുകൊണ്ട് ആനന്ദും ആദ്യം വീട്ടിലാണ്. 4 ദിവസം കൂടി കഴിഞ്ഞാൽ വിവാഹമാണ്. മണ്ഡപവും ഹാളും ഒക്കെ ഒരുക്കാൻ വേണ്ടി പോകാനിറങ്ങിയാണ് സന്ദീപും പ്രിയയും ആര്യയും. പിന്നെ അവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. വിവാഹത്തിന് വരുണിനെയും ഫാമിലി ആനന്ദ് നേരത്തെ ക്ഷണിച്ചിരുന്നു. അവന്റെ വീട്ടുകാർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവൻ എത്തിയിട്ടുണ്ട്. എല്ലാത്തിനും വിവാഹമായതുകൊണ്ട് ബാക്കി എല്ലാവർക്കും വീട്ടിൽ വലിയ തിരക്കിലാണ്. സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്, ഇനി നമ്മൾ ചെല്ലേണ്ടിയുള്ളൂ ബാക്കി. സന്ദീപ് പറഞ്ഞു. എല്ലാവരും നേരെ വണ്ടിയിൽ കയറി. പ്രിയയും ആര്യയും സന്ദീപും വരുന്ന ഒരു കാറിലാണ്. സന്ദീപ് ഏട്ടാ, ഒരു കൈ ഞാൻ നോക്കട്ടെ, എനിക്കൊന്ന് ഓടിക്കാൻ തരുമോ? ആര്യ ചോദിച്ചും സന്ദീപ് അതിട്ട് അവളെ നോക്കി. അതിന് നിനക്ക് ഓടിക്കാനൊക്കെ അറിയോ? അറിയില്ല, എന്നാലും ഞാൻ ഓടിക്കും. പ്ലീസ്. അതൊന്നും വേണ്ട, അത് അപടാ. ഒന്ന് മിണ്ടാണ്ടിരിക്കുക, ഞാനൊന്ന് സമ്മതിപ്പിച്ചോട്ടെ. ആര്യ, അതൊക്കെ റിസ്ക്കാ. ആദ്യം നീ പഠിച്ചിട്ട് വാ, എന്നിട്ട് വണ്ടി തരാം. ഇപ്പൊ തന്ന കല്യാണത്തിന് നമുക്ക് നേരെ നിൽക്കാൻ പറ്റില്ല.
ഇതന്നെ എൻ്റെ വരുൺ ചേട്ടനും പറഞ്ഞു. എന്നെ നിങ്ങളൊന്ന് വിശ്വസിക്കും, ഞാൻ കുറച്ചൊക്കെ ഓടിക്കും. പക്ഷെ ഇതുവരെ ആരും എനിക്ക് അതിന് അവസരം തന്നില്ല. പ്ലീസ് സന്ദീപ് ഏട്ടാ. ആര്യ പറഞ്ഞു. വരുണും പ്രിയയും സന്ധ്യയും പരസ്പരം നോക്കി. എടി പ്രിയെ, നീയെങ്കിലും ഒന്ന് പറയടി. ഒന്നും വരില്ല, എനിക്കിതൊക്കെ സിമ്പിളാണെന്നേ. പ്ലീസ്. അത് വേണോടി, എന്നെ ഇവിടെ എവിടെയെങ്കിലും ഇറക്കിയാൽ മതി, ഞാൻ ഓട്ടോ പിടിച്ച് വന്നേക്കാം. അപ്പം നിനക്കെന്നെ ഒട്ടും വിശ്വാസമില്ല അല്ലേ? നിന്റെ ഈ ആഗ്രഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഓക്കെ പറഞ്ഞേനെ. പക്ഷെ ഇപ്പം എന്തോ ഞാൻ ഓക്കെ അല്ല. അഥവാ ഡെഡായാലും എൻ്റെ സ്വപ്നം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. നീ ഓടിച്ചോ, ഞങ്ങളിവിടെ ഇറങ്ങുക. വാ സന്ദീപ്. പ്രിയ വിളിച്ചോ. സന്ദീപ് വന്നിട്ട് അവളെ നോക്കി. ഞാനെന്തിനാ നിന്റെ കൂടെ വരുന്നത്? രക്ഷിക്കാന്ന് എഴുതി വിളിച്ചാ, അല്ലാണ്ട് ഇയാളെ കൂടെ ഒരാളെ കൊതിയുണ്ടോന്നല്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.